എല്ലാവർക്കും ടോപ്പ് 20 PSC ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് കേരള PSC ആവർത്തിച്ച് ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ആവർത്തന ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. കേരള മോഡൽ വികസനത്തിൻ്റെ സവിശേഷതയല്ലാത്തത് ഉയർന്ന പ്രതിശീർഷ വരുമാനം. സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും തമ്മിൽ ലയിച്ച് രൂപം കൊണ്ടുണ്ടായ പുതിയ ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക്. ഭൂമി ഏറ്റെടുക്കൽ, പുനരധിവാസം, പുനഃസ്ഥാപനം എന്നിവയ്ക്ക് ഉചിതമായ നഷ്ടപരിഹാരത്തിനും സുതാര്യതയ്ക്കുമുള്ള അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2014 ജനുവരി 1. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. ഏറ്റവും കൂടുതൽ രേഖാംശ രേഖകൾ കടന്നുപോകുന്ന വൻകരയാണ് അന്റാർട്ടിക്ക. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. കേരള മോഡൽ വികസനത്തിന്റെ സവിശേഷതയല്ലാത്തതാണ് ഉയർന്ന പ്രതിശീർഷ വരുമാനം. സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും തമ്മിൽ ലയിച്ച് രൂപം കൊണ്ടുണ്ടായ പുതിയ ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക്. അവകാശ സംരക്ഷണ നിയമം പാസ്സായത് 2014 ജനുവരി 1. ഇന്ത്യൻ രൂപയ്ക്ക് പുതിയ ചിഹ്നം രൂപകൽപ്പന ചെയ്ത് D. ഉദയകുമാർ. ധീര സ്വാതന്ത്ര്യ സമര സേനാനി ലാലാ ലജ്പത് റായിയുടെ മരണം സംഭവിച്ചത് ഏത് പ്രക്ഷോഭത്തോടനുബന്ധിച്ചാണ്? സൈമൺ കമ്മീഷൻ വിരുദ്ധ പ്രക്ഷോഭം. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ചതെന്ന് 1949 നവംബർ 26. വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ചുള്ള പഠനത്തിന് തെളിവുകൾ നൽകാൻ കഴിയുന്ന സ്ഥലമാണ് ഹംപി. യക്ഷഗാനം ഏത് സംസ്ഥാനത്തിന്റെ കലാരൂപമാണ്? കർണാടകം. വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ചുള്ള പഠനത്തിന് തെളിവുകൾ നൽകാൻ കഴിയുന്ന സ്ഥലമാണ് ഹംപി. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ചത് 1949 നവംബർ 26. ഇന്ത്യൻ രൂപയ്ക്ക് പുതിയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് D. ഉദയകുമാർ. മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്ന മേഘങ്ങളാണ് നിംബസ്. ചേരികളിൽ ജീവിക്കുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് വീട് വയ്ക്കാനും സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് വാൽമീകി അംബേദ്കർ ആവാസ് യോജന. കേരളത്തിൽ എത്ര ലോകസഭാ മണ്ഡലങ്ങളുണ്ട്? 20. കിളിമഞ്ചാരോ ഏത് രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതമാണ്? ടാൻസാനിയ. കമ്പോള പരിഷ്കരണങ്ങളുടെ പേരിൽ മധ്യകാല ഇന്ത്യ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. കിളിമഞ്ചാരോ ഏത് രാജ്യത്തെ സ്ഥിതി ചെയ്യുന്ന പർവ്വതമാണ്? ടാൻസാനിയ. കേരളത്തിൽ എത്ര ലോകസഭാ മണ്ഡലങ്ങളുണ്ട്? 20. ചേരികളിൽ ജീവിക്കുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് വീട് വയ്ക്കുന്നതിനും സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള പദ്ധതിയാണ് വാൽമീകി അംബേദ്കർ യോജന. മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്ന മേഘങ്ങളാണ് നിംബസ്. തീരപ്രദേശത്ത് നിന്നും എത്ര നോട്ടിക്കൽ മൈൽ ദൂരമാണ് ഓരോ രാജ്യത്തിനും സ്വന്തമായി അവകാശപ്പെടാവുന്നത്? 200 നോട്ടിക്കൽ മൈൽ. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഭാരതരത്നം ലഭിച്ച വ്യക്തിയാണ് സച്ചിൻ ടെണ്ടുൽക്കർ. ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര ഷെഡ്യൂളുകളാണ് ഉള്ളത്? 12. വൻ വ്യവസായങ്ങൾക്ക് ഊന്നൽ നൽകിയ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതി ഏത്? 2ാം പഞ്ചവത്സര പദ്ധതി. പപ്പായയുടെ ജന്മനാട് ഏത്? മെക്സിക്കോ. പപ്പായയുടെ ജന്മനാടാണ് മെക്സിക്കോ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് MS സ്വാമിനാഥൻ. ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര ഷെഡ്യൂളുകളാണുള്ളത്? 12. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഭാരതരത്നം ലഭിച്ച വ്യക്തിയാണ് സച്ചിൻ ടെണ്ടുൽക്കർ. തീരപ്രദേശത്ത് നിന്നും എത്ര നോട്ടിക്കൽ മൈൽ ദൂരമാണ് ഓരോ രാജ്യത്തിനും സ്വന്തമായി അവകാശപ്പെടാവുന്നത്? 200. വൻ വ്യവസായങ്ങൾക്ക് ഊന്നൽ നൽകിയ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതി ഏതാണ്? 2ാം പഞ്ചവത്സര പദ്ധതി. CNN ഏത് രാജ്യത്തിൻ്റെ TV ചാനലാണ്? USA. CNN USA TV ചാനലാണ്. ജനപങ്കാളിത്തത്തോടെ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് കൊച്ചി. അന്തരീക്ഷ വായുവിലെ പ്രധാന ഘടകമാണ് നൈട്രജൻ. ഇന്ത്യയുടെ ആദ്യത്തെ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ഉപഗ്രഹമാണ് എഡ്യൂസാറ്റ്. രാത്രിക്കും പകലിനും ഒരേ ദൈർഘ്യം വരുന്ന ദിനമാണ് മാർച്ച് 21. 1ാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷമാണ് 1857. അന്തരീക്ഷ വായുവിലെ പ്രധാന ഘടകമാണ് നൈട്രജൻ. ഇന്ത്യയുടെ ആദ്യത്തെ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ഉപഗ്രഹമാണ് എഡ്യൂസാറ്റ്. രാത്രിക്കും പകലിനും ഒരേ ദൈർഘ്യം വരുന്ന ദിനമാണ് മാർച്ച് 21. ജനപങ്കാളിത്തത്തോടെ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് കൊച്ചി. CNN ഏത് രാജ്യത്തിൻ്റെ TV ചാനലാണ്? അമേരിക്ക. കേരള മലയാള സർവകലാശാല പ്രഥമ വൈസ് ചാൻസലറാണ് K. ജയകുമാർ. കേരള നിയമസഭാ അംഗമായ ആദ്യത്തെ IAS ഓഫീസറാണ് അൽഫോൺസ് കണ്ണന്താനം. പശ്ചിമഘട്ടത്തിന്റെ പാരിസ്ഥിതിക സന്തുലനാവസ്ഥ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് പഠിക്കുവാൻ 2009 ചുമതലപ്പെടുത്തിയ സമിതിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി. ചിക്കൻ ഗുനിയ രോഗത്തിന് കാരണമാകുന്ന വൈറസ് ഏത്? ആൽഫ വൈറസ്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥം എഴുതിയതാര്? നെഹ്റു. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥം എഴുതിയ നെഹ്റു. ചിക്കൻ ഗുനിയ രോഗത്തിന് കാരണമാകുന്ന വൈറസ് ഏത്? ആൽഫ വൈറസ്. കൃഷ്ണൻ ശശികിരൺ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട താരമാണ്? ചെസ്. കടലിലെ ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏത്? നോട്ടിക്കൽ മൈൽ. ഹവായ് ദ്വീപുകൾ കണ്ടുപിടിച്ചതാര്? ജെയിംസ് കുക്ക്.
കൊതുക് മൂലം പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണമല്ലാത്തതാണ് പന്നിപ്പനി. ഭാരതരത്ന ലഭിച്ച ഏക ഇന്ത്യൻ കായിക താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. ഭാരതരത്ന ലഭിച്ച ഇന്ത്യൻ കായിക താരത്തിൽ പെടുന്ന ആളാണ് സച്ചിൻ ടെണ്ടുൽക്കർ. മാഞ്ചിഫറ ഇൻഡിക്ക എന്ന ശാസ്ത്രനാമമുള്ള സസ്യമാണ് മാവ്. മാഞ്ചിഫറ ഇൻഡിക്ക എന്ന ശാസ്ത്രനാമമുള്ള സസ്യമാണ് മാവ്. ഭാരതരത്ന ലഭിച്ച ഇന്ത്യൻ കായിക താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. കൊതുക് മൂലം പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണമല്ലാത്തതാണ് പന്നിപ്പനി. ഹവായി ദ്വീപുകൾ കണ്ടുപിടിച്ചതാര്? ജെയിംസ് കുക്ക്. കടലിലെ ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏത്? നോട്ടിക്കൽ മൈൽ. കൃഷ്ണ ശശികിരൺ ചെസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കണ്ണുകളുടെ ആരോഗ്യകരമായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റമിനാണ് വിറ്റമിൻ എ. കേരളത്തിൽ ഇടവപ്പാതി എന്നറിയപ്പെടുന്നത് ഏത്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മിശ്ര സമ്പദ് വ്യവസ്ഥ. രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആര്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ബുക്കർ സമ്മാനം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയാണ് എലീനർ കാറ്റൻ. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് നിലയിൽ വന്നതെന്ന് 1935 ഏപ്രിൽ 1. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് നിലയിൽ വന്നത് 1935 ഏപ്രിൽ 1. ബുക്കർ സമ്മാനം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയാണ് എലീനർ കാറ്റൻ. രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മിശ്ര സമ്പദ് വ്യവസ്ഥ. കേരളത്തിൽ ഇടവപ്പാതി എന്നറിയപ്പെടുന്നത് ഏത്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. കണ്ണുകളുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റമിനാണ് വിറ്റമിൻ എ. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് നിലയിൽ വന്നത് 1935 ഏപ്രിൽ 1. ഭൗമദിനം എന്നാണ് ഏപ്രിൽ 22. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാസാക്കപ്പെട്ട വർഷമാണ് 1993. ഇന്ത്യയുടെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസി ഏത് പേരിൽ അറിയപ്പെടുന്നു? റോ. സംഘടിച്ച് ശക്തരാകാനും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും കേരളീയ സമൂഹത്തെ ഉപദേശിച്ച സാമൂഹ്യ ആചാര്യൻ ആരായിരുന്നു? ശ്രീനാരായണ ഗുരു. ഇന്ത്യയുടെ ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൽപ്പാക്കം. ഇന്ത്യയുടെ ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടർ സ്ഥിതി ചെയ്യുന്നത് കൽപ്പാക്കമാണ്. ഇന്ത്യയുടെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? റോ. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാസാക്കപ്പെട്ട വർഷമാണ് 1993. ഭൗമദിനം ഏപ്രിൽ 22. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് നിലയിൽ വന്നത് 1935 ഏപ്രിൽ 1. എല്ലാവർക്കും ടോപ്പ് 20 PSCയുടെ ക്ലാസുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.